ചങ്ങായിമാരെ യൂട്യൂബ് അതേപോലെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ തെറിയോട് തെറി അഭിഷേകമാണ് നമുക്ക് കേൾക്കുന്നത്. എല്ലാവർക്കും അറിയാം ഷാജിദയും അതുപോലെ ഫാത്തിയും തമ്മിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ. ഇതിനെതിരെ ഷെരീഫ് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതികരണത്തിൻ്റെ ഭാഗമായി ഫാത്തിയുടെ ഒരു വീഡിയോ കണ്ടു. എന്തോ ഒരു തെറിയാണെന്നറിയോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമല്ല വിളിക്കുന്നത്, വീട്ടിലുള്ള ഉമ്മയെയും ഉപ്പയെയും ഭാര്യയും ഒക്കെ പച്ചക്ക് തെറി പറഞ്ഞ വീഡിയോ. പ്രശ്നങ്ങൾ ആരുടെ തന്നെ ആയിക്കോട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരിൽ പോയി തീർക്കുക. അതാണ് ആൺകുട്ടികളുടെ ലക്ഷണം. ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് അലക്കിയിട്ട് എന്താണ് കാര്യം? കുറച്ച് റീച്ചിന് വേണ്ടിയാണ് നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നത് എന്നറിയാം. നിങ്ങൾ ഈ ഫാത്തിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. എന്തോ ഒരു തെറിയാണെന്നറിയുമോ? ലജ്ജിച്ചു പോകുന്ന അത്രയും വൃത്തികെട്ട തെറികൾ പറഞ്ഞിട്ടാണ് ഇവൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാനും ഷെരീഫും ഇതെന്താ പ്രശ്നം എന്നറിയോ? ഞാനും ഷെരീഫും ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സൂക്ഷിച്ച് നോക്കിയാണ് ഈ രണ്ട് കുട്ടികളിൽ ഒരു കുട്ടീൻ്റെ ഫേസിൻ്റെ പോലെ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ടോ? നീ ഇത് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുമ്പം നീ മക്കളെ പറ്റി പറഞ്ഞു, മക്കളെ പറ്റി കേസ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ മെയിനായിട്ടുള്ളൊരു പരിപാടി എന്താണെന്ന് അറിയാം? ഇവൻ്റെ പ്രൊഫൈലിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും, സൈലൻ്റായിട്ട് വെപ്പൺ, അതായത് ഒരാളെ സൈലൻ്റായിട്ട് ഉപദ്രവിക്കുക. എന്നിട്ട് ഉപദ്രവിച്ചിട്ട് ഈ സൈലൻ്റ് ഒരാളെ ഉപദ്രവിക്കാനുള്ളൊരു വെപ്പണായിട്ടാണ് അവൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? അവരെങ്ങിട്ട് മാക്സിമം ഇതാണ്ട് നമുക്ക് തിരിച്ച് പറയുമ്പം നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ടാവും. വീട്ടുകാരെ നോക്കണം, നാട്ടുകാരെ നോക്കണം, ഇല്ലെങ്കിൽ സൊസൈറ്റിനെ നോക്കണം. അപ്പം തിരിച്ച് പറയില്ല. പക്ഷെ ഇവനോ നൈസായിട്ട് ഓരോരുത്തരും ഇങ്ങനെ ഊക്കിക്കൊണ്ടിരും. ഇപ്പം ഇതിൻ്റെ മുന്നേ ഒന്ന് ഊക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സാജി സാജി ആരും ആയിക്കോട്ടെ, പക്ഷെ അവർ കുറച്ച് 4-5 മക്കൾ അവർ നോക്കുന്നുണ്ട്. അപ്പം ആ നോക്കുന്ന മക്കളെ നോക്കുന്നത് ആരാ? ഷെരീഫേ, നീ നിൻ്റെ മക്കളെ നോക്കുന്ന പോലെ തന്നെയാണ് ആ മക്കളെ നോക്കുന്നത്. നീ നിൻ്റെ മക്കളെ വെച്ചിട്ട് ഇവൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഈ 205K ഫോളോവേഴ്സും ഈ 65K ഫോളോവേഴ്സും കാണുമ്പോൾ ഒരു ചെറിയൊരു കുണ്ടിക്കഴപ്പ്. ഞാൻ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നില്ല. ഈ ഷെരീഫിൻ്റെ ഈ 2 കുട്ടികൾ കണ്ട, ഈ ഒന്നാമത്തെ കുട്ടി ആക്ച്വലി എൻ്റെതാണ്. DNA വേണമെങ്കിൽ എടുത്തോ മോനെ, DNA വേണമെങ്കിൽ എടുത്തോ, അതിൻ്റെതാ. ആ പെണ്ണ ഓൻ്റെ കെട്ടിയോൾ ആദ്യം എൻ്റെ സ്റ്റെപ്പിനെയായിരുന്നു. നീ അവളെ കൊണ്ട് കേസ് കൊടുക്കും. ഓക്കെ, നീ അവളെ കൊണ്ട് കേസ് കൊടുക്കും. നിനക്ക് ഈ കേസ് ഇവ ഇങ്ങനെ ചൊറിയാനുള്ളത് ഇങ്ങനെ ഉണ്ടാക്കി തരും. എന്നിട്ട് പിന്നെ കേസ് കൊടുക്കുക. കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോലീസ്, പിന്നെ ഷെരീഫിന് പറഞ്ഞെടുക്കാമല്ലോ, ഓ ഞാൻ ഫാത്തിനെ പോലീസ് സ്റ്റേഷനിൽ കുടുക്കിന്ന് പറഞ്ഞിട്ട് അണ്ടിമോറിൻ്റെ അണ്ടി ഞാൻ പൊട്ടിച്ചല്ലോ. പക്ഷെ എന്നെ തൂക്കി കൊന്നേക്കണം ഷെരീഫെ. ഞാൻ വെറുതെ പറയണല്ല, എന്നെ തൂക്കി കൊന്നേക്കണം. അല്ലാണ്ട് ചുമ്മാ കിടന്ന് കേസ് കൊടുത്തുന്നും പറഞ്ഞിട്ട് നിനക്ക് ഞാൻ മാപ്പ് പറയാം. നിൻ്റെ അടുത്ത് ഞാൻ മാപ്പ് പറയാടാ പാട്ടിക്കുണ്ടായവന്. സത്യത്തിൽ ഇവൻ ആദ്യം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് പെരിന്തൽമണ്ണ ഭാഗത്ത് വിടുന്നതാണ്. നല്ല വലിച്ചിട്ട് കീറിയതാണ് ഈ നായിൻ്റെ മോനെ. എന്നിട്ട് കിടക്കും. ഇവിടെ ഇവൻ്റെ വിചാരം ഈ ദുബായ് എന്ന് പറയണത് ഇന്ത്യ മഹാരാജ്യത്തെ മരക്ക് നിയമം വെച്ച് നടക്കുന്ന രാജ്യമാണ് വിചാരിച്ച് അണ്ടിമോറ. ഇവിടെ ഡ്രഗ്സ് യൂസ് ചെയ്ത വിസ കിട്ടുമോ പാട്ടിക്കുണ്ടായവനെ? പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടാ നിൻ്റെ തള്ള എത്ര ആളെടുത്ത് പോയി കിടന്നിട്ടാടാ നിന്നെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പല കോലത്തിലുള്ളത്. ഒന്നാമത് പജ്ജ് നക്കിയമാർക്കുള്ള നിൻ്റെ തല മുടി, നിൻ്റെ അണ്ടിമോറൻ. ഞാൻ വിഷയത്തിൽ നിന്ന് വീണ്ടും തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ബിക്കോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നായിനെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. എടാ ഒരാളെ ഉപദ്രവിക്കല്ലോ മനുഷ്യ. നീ ആരും ഇന്ത്യ മഹാരാജ്യത്തിന് നിന്നെ ആരും ഇതാക്കി വിട്ടത് ഒരാളെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇവൻ്റെ 2 കുട്ടികളിൽ ഒരു കുട്ടീൻ്റെ ഫേസ് എൻ്റെ മാർക്കുണ്ടോ നോക്കൂ. അതിനാണ് ഈ എടുത്ത് താലോലിക്കണേ. സത്യം പറ്റിപ്പോയി, കയ്യബദ്ധം പറ്റിയതാണ്. രണ്ടാമത് ഇങ്ങനെ വിഷയമായപ്പോഴാണ് ഖത്തറിന് എന്ത് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഖത്തർക്ക് ജോലിക്ക് പോയിട്ടുണ്ട്, അതേമാർക്ക് ഓടിയാണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നേ. ഇനി നീ ഇതിങ്ങനെ ഇട്ടാണ്ട് എൻ്റെ മക്കളെ വീഡിയോസ് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്, നീ എൻ്റെത് ഇട്ടിട്ടുണ്ട്. നീ പറഞ്ഞത് നല്ല ക്രിമിനൽ. ഞാൻ എന്താണെന്ന് അറിയോ? ഒന്നും വേണ്ട മോനെ. ഈ സാജിക്കാണ് ഈ സംഭവങ്ങൾ അറിയാത്തത്. ഏത് ഈ കേസും കൊണ്ടാൻ വേണ്ടി ഒന്നും അറിയാത്തത്. സത്യത്തിൽ ആ സാജി അതിൻ്റെ ഒരു മകനെ വെച്ചിട്ട്, ഏറ്റവും മൈനറായിട്ടുള്ളൊരു മകനെ വെച്ചിട്ട് ഒരു ചെറിയൊരു കേസ് FIR ഫയൽ ചെയ്താൽ മതി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ
ഡിഫോമേഷന് വലിയ കേസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നന്നായിട്ട് അറിയുന്ന കുറച്ച് ഇന്ത്യൻ ബാണങ്ങളുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ തുരക്കുന്നത്. എന്താ ഷെരീഫേ, എനിക്ക് എൻ്റെ മക്കളെ വെച്ചിട്ടല്ലേ വീഡിയോ റീച്ച് ആക്കേണ്ടത്, അല്ലാണ്ട് എൻ്റെ ഉമ്മ കള്ളവടിക്കുണ്ടാക്കിയ മക്കളെ വെച്ചിട്ടാണോ ഞാൻ റീച്ച് ഉണ്ടാക്കണ പോലെയാടി മോനെ? ആ ഇത് നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ? നിന്റെ ഉമ്മ വല്ലയിടത്തും പോയി കിടന്നിടത്ത് കള്ളവടിക്ക് ഉണ്ടാക്കിയ കുട്ടീനെ വെച്ചിട്ടാണ് പാർട്ടിക്ക് ഉണ്ടാവുന്നത് ഞാൻ വീഡിയോ ഉണ്ടാക്കി റീച്ച് ആക്കണേ. നീയും കുത്തിയാണ്ട് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടില്ലേ? അതിന് നിന്റെ തന്നെ ആണോ? പൂമാനമേ ഒരു പൂ ഇജി പോയി പറടാ, ഞാൻ കുടിച്ചിട്ടാണ് വണ്ടി ഓട്ടുന്നെന്ന് പോയി പറ. ഇത് ഏതെങ്കിലും ഒരുത്തിനെ വിട്ടിട്ട് പറയും എവിടെയെങ്കിലും ഒരു സിറിഞ്ചോ അല്ലെങ്കിൽ കുടിച്ചിട്ടോ ആണുള്ളത്. ഞാൻ ചാകുന്നത് വരെ നിന്റെ തള്ളക്ക് വിളിച്ചിട്ടേ ഞാൻ ഇതിൽ വീഡിയോ ഇട്ടുള്ളൂ. എവറി ഡേ നിന്റെ ഉമ്മാക്ക് വെട്ടിയിട്ട് ഞാൻ ഇതിൽ വീഡിയോ ഇട്ടുള്ളൂ. അതിനുള്ള റീച്ച് മതി എനിക്ക്. ഷെരീഫിൻ്റെ ഉമ്മാൻ്റെ കാലിൻ്റെ ഇടയിൽ മേലാലിഞ്ഞ് ഒരുത്തൻ്റെ കുടുംബത്തിൽ കയറി കളിക്കുന്നത് പോലെയാടി മോനാണ്. നിന്റെ പെണ്ണുങ്ങളെയും കുട്ടീനെയും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എനിക്ക് ഞാൻ സമാധാനം തരും ഞാൻ ഉറങ്ങാൻ. ഞാൻ ചെയ്ത കാര്യമല്ല നീ വിളിച്ചു തരാൻ പോണേ. നീ ചെയ്യാത്ത കാര്യങ്ങൾ വിളിച്ചു തന്നിട്ട് നന്നായിട്ട് വെട്ടും ഞാൻ. ഇജാ ഇട്ട പെണ്ണിൻ്റെ വോയിസും മറ്റതും മറിച്ചൊക്കെ ഇട്ട പെണ്ണിൻ്റെ ഐഡിയും ഇല്ലെങ്കിൽ നീ ആണാണെങ്കിൽ ആ പെണ്ണിൻ്റെ ഐഡിയും ഫോൺ നമ്പർ എടുത്തിട്ട് കാണിക്കടാ. എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. എനിക്ക് ഇത് ഏതാണ് വകുപ്പ് എന്നുള്ളത് കാണിച്ചു തരാം. കണ്ണട വെച്ച് കൊളായോ? ഇല്ലല്ലോ. ഇനി കണ്ണട വെച്ചത് എന്തിനാണറിയോ? ഞാൻ പൂമോൻ പോയിട്ട് ആ പട്ടിക്കുണ്ടായ ബിസ്മി കൂട്ടാതെ ഉണ്ടാക്കിയ ഷെരീഫ് പോയിട്ട് പറയും എൻ്റെ കണ്ണ് കണ്ടിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ കണ്ണട ചെയ്യും. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഷെരീഫേ ഊക്കിക്കോ, അത് നിന്റെ ഉപ്പാൻ്റെ അണ്ടി കൊണ്ടിട്ട് ഊക്കിയാൽ മതി. ഇങ്ങട്ട് വേണ്ട. ഓക്കെ, ഞാൻ തിരിച്ച് പറയും, തിരിച്ച് നന്നായിട്ട് പറയും ഷെരീഫേ. നിന്റെ ഉമ്മാക്കും നിന്റെ കെട്ടിയോക്കും നിന്റെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. ഓക്കെ, ഈ ജിന്നെ നന്നാക്കാൻ നടക്കണ്ട. ഞാൻ ഏറ്റവും നന്നാവാൻ പോണില്ല മോനെ. ഇനി പേരിപ്പോയാൽ എനിക്കിപ്പോൾ എന്ത് ചെയ്യും? ഇതിലിപ്പോൾ ഉള്ള ആളുകൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇതേ ഫാത്തിൻ്റെ ചാറ്റ് പുറത്ത്, ഫാത്തിൻ്റെ വീഡിയോ പുറത്ത്, ഫാത്തിൻ്റെ അണ്ടി പുറത്ത്, അതിൻ്റെ മോനെ എന്ന് നീ പറയും. ഐ ഡോണ്ട് കെയർ. ബിക്കോസ് പുറത്തുനിന്നുള്ള അണ്ടിയോട് വരവോട് കൂടി നിന്റെ പെണ്ണുങ്ങൾ അണ്ടിൻ്റെ മാർക്ക് അല്ല, നിന്റെ പെണ്ണുങ്ങളെ ആ കൂത്തിച്ചിനോട് പോയി പറയണ്ട കേട്ടോ. ആദ്യത്തെ കുട്ടിൻ്റെതല്ലേന്ന് ചോദിച്ചു നോക്കുക ആ കൂത്തിച്ചിനോട്. സത്യമായിട്ട് ഓള് പറയും ഷെരീഫിക്ക എനിക്ക് തെറ്റുപറ്റി, ഫാത്തി വന്നപ്പോൾ ഞാൻ അറിയാണ്ടൊന്ന് പ്ലങ്ങിപ്പോയി. പ്ലക്കിപ്പോയി. ഷെരീഫ് നാണോ മാനോ ഇല്ലാത്തവനാടാ, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നീ കൂടെ നടക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ എൻ്റെ സംഘടന എൻ്റെ ഉമ്മാൻ്റെ പൂമാനമേ, ഞാൻ എൻ്റെ ഉമ്മാനെ ബഹുമാനിച്ചില്ലാന്ന് പറഞ്ഞിട്ട് അടുത്ത കേസ് കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ ഇത് കേസ് കൊടുക്ക്, എന്നെ കൊന്നേക്കണം നീ. എന്നിട്ട് കേസ് കൊടുത്താൽ ഇവിടെ ഇതാക്കിയത്. ഇനി പഠിച്ച ക്രിമിനൽ മൈൻഡാണുള്ളത് എല്ലാവർക്കും അറിയാം. നീ ഒരു മനുഷ്യനല്ല, വല്ലൊരു തൂറിപ്പോയ തീട്ടത്തു നിന്ന് കച്ചപ്പെടുത്താണ്ട് സാന്തിച്ചിട്ട് ഉണ്ടാക്കി തിന്നണ കൊലയാടി മോനെ. മറ്റപ്പം പറഞ്ഞ മാതിരിക്ക് വിജയരാൻ ഏതോ സിനിമയിലത്. ഞാൻ ചാകുന്നത് വരെ നിന്റെ ഉമ്മാക്ക് ഞാൻ വെട്ടിയിട്ടേ ഞാൻ തിന്ന് ബിസ്മി കൂട്ടിയിട്ട് വർത്താനം പറയുള്ളൂ. നിന്റെ ഉപ്പ കാരണം ഉണ്ടോ അത്? ഈ സാധനം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് വലിച്ചൂരിക്കൊണ്ടോ തന്ത ഉള്ളിൽ കൊണ്ടിട്ടിട്ടല്ലേ ജാതി ഒരു മനസ്സിന് ഉപകാരമില്ലാത്ത സാധനം ഭൂമിയിൽ വന്നേ. എന്നിട്ട് പേരിട്ടിരിക്കണം ഷെരീഫ്, വല്ല അണ്ടിമോറന്ന് ഇട്ട് കൊടുക്കണം പേര്, നായിൻറ്റാ മോൻ്റെ മോനെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഞാൻ പറയില്ല. കാരണം എന്താണത്? എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും നിങ്ങളെ മകനും തമ്മിൽ എന്ത് ബന്ധം? അതുകൊണ്ട് ഞാൻ പറയില്ല. പറഞ്ഞത് മായ്ച്ചു കളയും. ഓക്കെ, ആ അണ്ടിമോറിനോട് പോയി പറയാം, മോനെ ഷെരീഫേ സംഗതി ഇജ് പാവം പിടിച്ച ഷാജി അല്ലെങ്കിൽ ആരായിട്ടൊക്കെ കളിച്ചു, ഇജാതി മരവാണത്തിനായിട്ട് കളിക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടോ. അങ്ങനെ കൂടിക്കോ, അങ്ങനെ തന്നെ പോയി പറഞ്ഞോ. അന്ന് ഞാൻ നിങ്ങളോട് കാവലിരുന്നപ്പോൾ പറഞ്ഞതാണ് ഈ ഷെരീഫിനെ ഉണ്ടാക്കാൻ നേരത്ത് കള്ളവടിക്ക് പോകുമ്പോൾ ഈ മാണ്ടാന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളോട് തന്തേ അവിടെ പോകണ്ടാണെന്ന്. അപ്പം നിങ്ങൾ പറഞ്ഞു ഇതന്നെ എനിക്ക് മതി, ഇതന്നെ മതി. അതിലിട്ടോണ്ടല്ലേ ഷെരീഫിന് എന്ന പൂരി ഞാൻ ശരി വീണ്ടും സോറി. ഓക്കെ,
ഈ പൊലേനുണ്ടല്ലോ, ആ പൊലേന് ഷെരീഫിന്റെ തന്ത കാണുന്നുണ്ട് ഈ പറയണത്. നയിച്ചെന്നുള്ള ഇതില്ലേ എൻ്റെ മോന്, അതെങ്ങനെ നിങ്ങൾ നയിച്ചിട്ടില്ലല്ലേ? നിങ്ങൾ ഉദയമാക്ക് ഇങ്ങനെ കുത്തി അടക്കല്ലേ? ഈ പൂറി മോനോട് പറഞ്ഞേക്ക് ആവശ്യമില്ലാത്ത പണികൾ എടുത്താണ്ട് ജീവിതകാലത്തിൽ വയസ്സാം കാലത്ത് നിങ്ങൾ അതുപോലത്തെ കാര്യം നമ്മൾ ചെയ്തു വെക്കും. ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഷെരീഫിൻ്റെ ഈ കുട്ടീനെ കണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഈ സൈഡിൽ നിന്ന് നിന്റെ പോലെ തന്നെ അല്ല. ഇതെന്തിനും ഇവിടെ കയറി വന്ന് ഞാൻ വണ്ടി ഇവിടെ നിർത്തിയിട്ട് തരണം കേട്ടോ. അപ്പോൾ കയറി വന്ന അപ്പം ഇനി ഞാൻ തെറി പറയില്ല, കാരണം നമ്മൾ തെറി പറയാൻ പാടില്ലല്ലോ മക്കളെ മുന്നിൽ വെച്ചിട്ട്. അതാണല്ലോ അമ്മയാണ്. അപ്പം ഷെരീഫിക്കാൻ്റെ ഉമ്മ, ഷെരീഫിക്കാൻ്റെ ഉപ്പ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓർക്ക് വീഡിയോ ഇടാ, മക്കളെ വെച്ച് വീഡിയോ ഇടാ. നമ്മൾ വീഡിയോ ഇട്ടപ്പം മക്കളെ കാണാൻ ഞാൻ ഇവിടെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ മക്കളും എൻ്റെ കെട്ടുകൾ പോയി. എന്താ ഡിവോഴ്സ് ആയാലും എത്ര ആൾക്കാരുണ്ട്? എന്താ ഡിവോഴ്സ് ആയ ആൾക്കാർക്ക് വീഡിയോ ഇടാൻ പാടില്ലേ? എൻ്റെ മാമ്പൂപ്പള്ളി അതിൻ്റെ ഒരു പാട്ട് പഠിക്കാൻ മറ്റുള്ളവൻ്റെ കഞ്ഞിയിൽ പാട്ടിടരുത് ഷെരീഫ്. നമ്മൾ ഈജിപ്ത് അങ്ങനെ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, അതൊക്കെ വാട്ടവർ. പക്ഷേ ഞാൻ സമൂഹത്തിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് കുട്ടികളൊക്കെ നോക്കിയാണ് എൻ്റെതായിട്ടുള്ള രീതിയിൽ. എനിക്ക് പട്ടിണിക്ക് ഇടാൻ പറ്റില്ലല്ലോ, ഞാൻ ഉണ്ടാക്കിയതല്ലേ. ഞാൻ നോക്കിയില്ലെങ്കിൽ നീ വേറെ രീതിയിൽ പറയും, ഞാൻ നോക്കിയ വേറെ രീതിയിൽ പറയും. അപ്പം തനിക്കെന്താ വേണ്ടേ? നീ ചെയ്യുന്ന കാര്യത്തിന് നിന്നെ ഞാൻ വന്ന് തോണ്ടിയിട്ടില്ലെങ്കിൽ ഞാൻ തോണ്ടും. ഞാൻ എന്തായാലും ബസ് കയറിയിട്ടാണെങ്കിൽ ശരി, എൻ്റെ പിടിക്കും. ഞാൻ നോട്ടിട്ട് വെച്ചു അടിയായിട്ട് കിട്ടിയിട്ട്, എന്നിട്ട് ഓൻ്റെ 2 കുട്ടികളെ ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കുകൊണ്ട് പറഞ്ഞപ്പോൾ ഖത്തറിന് ക്യാൻസൽ ചെയ്ത് ഓടിയോൻ എവിടേക്ക്? നാട്ടിക്ക്. ഇവൻ ഭയങ്കര ഇതൊക്കെ ക്രിമിനൽ മെന്റാലിറ്റി ആയിട്ടതൊക്കെ. ഇജാതി ആണുങ്ങളൊന്നും ഭൂമിയിൽ വെക്കരുതിട്ടാ. ഇത്രയും മോശമായിട്ടുള്ള ആളുകളൊന്നും ഭൂമിയിൽ വെക്കരുത്. അണ്ടിമോറ റെക്കോർഡായി.